എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എ സി സർക്യൂട്ടുകൾ ഡിസ്കസ് ചെയ്യായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യപ്പെടുന്ന സർക്യൂട്ടിൽ ഒരു ഇൻഡക്റ്റൻസോ ഒരു കപ്പാസിറ്റൻസോ ഒരു പ്യുവർ റെസിസ്റ്റൻസോ എങ്ങനെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിലും കപ്പാസിറ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിലും ഇൻഡക്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിലും ഒക്കെ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് എ സി കറണ്ടും എ സി വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. അവിടെയെല്ലാം നമ്മൾ ഓരോരോ കമ്പോണൻസ് മാത്രമാണ് പഠിച്ചത്. ഇനി നമ്മൾ ഇതിലൊന്നിലധികം കമ്പോണന്റുകൾ ഒരുമിച്ച് ഒരു സർക്യൂട്ടിൽ വന്നാൽ അതെങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ്, ഇങ്ങനെ 3 കമ്പോണൻസിൽ 2 എണ്ണം വീതം ഒരുമിച്ച് ഒരു എ സി സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് വന്നാൽ, നമ്മൾ ഇവിടെ പഠിക്കുന്ന മുഴുവൻ സീരീസ് ആയിട്ടുള്ള കണക്ഷൻ മാത്രമാണ്. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ കറണ്ട് തന്നെയാണ് ഈ കമ്പോണന്റുകളിലൂടെ എല്ലാം പോകുന്നതെന്നുണ്ടെങ്കിൽ ആ കമ്പോണന്റുകൾ തമ്മിൽ സീരീസ് കണക്ഷനിലാണെന്ന് പറയും. ഒരേ വോൾട്ടേജ് ആണ് 2 കമ്പോണന്റുകൾക്ക് അക്രോസ് ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പാരലൽ കണക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സീരീസ് സർക്യൂട്ടുകൾ മാത്രമാണ് സംസാരിക്കുന്നത്. റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ് എന്നിങ്ങനെ 3 കമ്പോണൻസ് നമ്മൾ ഓരോന്നും എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് പഠിച്ചെടുക്കുന്നത് നേരെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ ഒന്നിലധികം കമ്പോണന്റുകൾ ഒരുമിച്ച് സീരീസ് ആയിട്ട് ഒരു എ സി വോൾട്ടേജിന് അക്രോസ് ആയിട്ട് വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് പഠിക്കാൻ പോകുന്നത്. ആ 3 കമ്പോണൻസും ഓരോന്നും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പഠിച്ച അറിവ് വെച്ചാണ് നമ്മൾ മുമ്പോട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ സർക്യൂട്ടുകളിലേക്ക് മനസ്സിലാക്കാൻ. സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീരീസ് ആയിട്ടുള്ള കോമ്പിനേഷൻ സർക്യൂട്ടുകളാണ്. ഒന്നിലധികം കമ്പോണന്റുകൾ കമ്പൈൻഡ് ആയിട്ട് വന്നാൽ അത് എങ്ങനെ ഇരിക്കും എന്നാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. നമ്മൾ ആദ്യം അതിന് മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും സീരീസ് ആയിട്ട് വന്നാൽ എങ്ങനെ എന്നുള്ളതാണ്. ഇൻഡക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ സീരീസ്, നമുക്കതിനെ LR സീരീസ് സർക്യൂട്ട് എന്ന് വിളിക്കാം. അപ്പോൾ ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും സീരീസ് ആയിട്ട് വന്നാൽ അതെങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് സർക്യൂട്ട് ഡയഗ്രം വരച്ച് തുടങ്ങാം. വി ഹാവ് എൻ ഇൻഡക്റ്റൻസ് ഹിയർ, then we have a resistance in series with it, which is connected to an EMF or AC source of EMF given by E. ഇൻഡക്റ്റൻസിനെ L എന്നും റെസിസ്റ്റൻസിനെ R എന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ സർക്യൂട്ടിലുള്ള കോമൺ കറണ്ട് I ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ ഇത് സീരീസ് സർക്യൂട്ടിലായതുകൊണ്ട് ഇതേ കറണ്ട് തന്നെയാണ് ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ടും റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടും കടന്നു പോകും. അപ്പോൾ നമ്മളുടെ ഡിസ്കഷൻ തുടങ്ങുന്നത് പഴയപടി തന്നെ EMFന്റെ എക്സ്പ്രഷൻ എഴുതിക്കൊണ്ടാണ്. EMF E ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് കോംപ്ലക്സ് ക്വാണ്ടിറ്റി E0 e raised to j omega t. E0 e raised to j omega t എന്നുള്ള ഫോമിലാണ് നമ്മൾ, ഈ കോംപ്ലക്സ് ക്വാണ്ടിറ്റിയുടെ ഫോമിലാണ് നമ്മൾ EMFനെ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വോൾട്ടേജ് ഈ 2 കമ്പോണന്റുകൾക്ക് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഒരേ കറണ്ട് Lലൂടെയും Rലൂടെയും കടന്നു പോകുമ്പോൾ അതിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഇൻഡക്റ്റൻസ് ക്യാൻ ബി ടേക്കൺ as VL and the voltage drop across resistance can be taken as VR. അപ്പോൾ ഈ വോൾട്ടേജ് എത്രയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമാണ്, കാരണം നമുക്ക് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണെന്ന് അറിയാം, അല്ലെ? അപ്പോൾ ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VL നമുക്ക് എങ്ങനെ എഴുതാം? The current flowing through inductance multiplied by the reactance offered to the current by the inductance. നമ്മളത് ഓംസ് ലോ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ഇൻഡക്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഇസ് JωL, അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Jω × LI. ഇത് ഓംസ് ലോ വെച്ച് എഴുതുന്നത് പോലെ തന്നെയാണ്. വോൾട്ടേജ് അക്രോസ് ആയിട്ടുള്ള ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. അങ്ങനെയെങ്കിൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്കറിയാം. ദാറ്റ് ഈസ് R × I, അല്ലേ? അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് മെഷ് ആണ്. ഇവിടെ വോൾട്ടേജ് ലോ ഓഫ് കിർച്ചോഫ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ടോട്ടൽ EMF E is equal to VR plus VL, അല്ലെ? ടോട്ടൽ EMF അങ്ങനെ എഴുതാം. VRന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. VRന്റെ എക്സ്പ്രഷൻ I × R ആണ്. VLന്റെ എക്സ്പ്രഷൻ JωL × I ആണ്. ഓക്കെ, ഇതിനെ കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് I × R plus JωL എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ
കറണ്ടിന്റെ എക്സ്പ്രഷനാണ് നമുക്ക് അറിയേണ്ടത്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ജെ ഒമേഗ എൽ അല്ലേ. അപ്പോൾ കറണ്ട് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ സം ക്വാണ്ടിറ്റി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. വി കോൾ ദാറ്റ് ക്വാണ്ടിറ്റി ബൈ ദ ലെറ്റർ ഇ ബൈ ഇസഡ്, വേർ ഇസഡ് ഈസ് ഗിവൺ ബൈ ആർ പ്ലസ് ജെ ഒമേഗ എൽ. ഈ ക്വാണ്ടിറ്റി നമ്മളൊന്ന് സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സം ക്വാണ്ടിറ്റി എന്ന രൂപത്തിലാണ് എഴുതുന്നത്. നോർമലി ഓംസിനനുസരിച്ചിട്ടാണെങ്കിൽ ആ ക്വാണ്ടിറ്റി എന്താണ്? ആ ക്വാണ്ടിറ്റി റെസിസ്റ്റൻസ് വരേണ്ടതാണ്. പക്ഷെ ഇവിടെ എ സി ആണ്. ഇവിടെ റെസിസ്റ്റൻസിന് പുറമെ ഒരു കമ്പോണന്റ് കൂടിയുണ്ട്. ആ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. അപ്പൊ ഇതൊരു ജനറൽ ടേം ഫോർ റെസിസ്റ്റൻസ് ആണ് അല്ലെ. ജനറൽ ആയിട്ട് ഫേസ് കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള റെസിസ്റ്റൻസിന്റെ ഒരു ജനറൽ ഫോം. അത് എ സിയിലെ മറ്റ് കമ്പോണൻസ്, റെസിസ്റ്റൻസിന് പുറമെയുള്ള മറ്റ് കമ്പോണൻസ് കൂടി ചേർന്ന് ഒരു കറണ്ട് ഫ്ലോക്ക് സൃഷ്ടിക്കുന്ന തടസ്സത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഇംപിഡൻസ്. ഇംപിഡൻസിനെ നമ്മൾ ഇസഡ് എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ ഇംപിഡൻസിനകത്ത് റെസിസ്റ്റൻസിന്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്, ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്. ഇനി കപ്പാസിറ്റൻസ് സർക്യൂട്ട് കാണുമ്പോൾ നമ്മൾ അതിനകത്തും ഇത് കാണാൻ പറ്റും. അപ്പോൾ കപ്പാസിറ്റീവ് കമ്പോണന്റും ഇൻഡക്റ്റീവ് കമ്പോണന്റും റെസിസ്റ്റീവ് കമ്പോണന്റും കൂടെ ചേർന്ന ഒരു ജനറൽ ഫോം ഓഫ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇംപിഡൻസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ കാണുന്നത് പോലെ തന്നെ ഇസഡ് ഒരു കോംപ്ലക്സ് നമ്പറാണ് അല്ലെ. വി ക്യാൻ ദ ഫോം ഇസ് ഇസഡ് ഒരിക്കൽ കൂടെ എഴുതി കഴിഞ്ഞാൽ ഇസഡ് ഇസ് ആക്ച്വലി എ കോംപ്ലക്സ് ക്വാണ്ടിറ്റി ഗിവൺ ബൈ ആർ പ്ലസ് ജെ ഒമേഗ എൽ. മുൻപ് നമ്മൾ ഇൻഡിവിജ്വൽ സർക്യൂട്ടുകൾ പറഞ്ഞതുപോലെ ഇവിടെ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഫേസും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ മോഡുലസും നമുക്ക് വെവ്വേറെ അറിയേണ്ടതുണ്ട്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഫേസും അതിന്റെ മോഡുലസും തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് അതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ജെ തീറ്റ എന്ന ഫോമിൽ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽ ആറാണ് ആ നമ്പറിന്റെ മോഡുലസ് എന്ന് പറയുന്നത്, തീറ്റ എന്ന് പറയുന്നത് അതിന്റെ ഫേസ് ആണ്. അപ്പൊ ഇവിടെ ഒരു ജനറൽ ക്വാണ്ടിറ്റി ഉണ്ട്, ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഫോമാണ്. അപ്പൊ നമുക്ക് അതിന്റെ കോംപ്ലക്സ് പാർട്ടും ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും അറിയാമെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? സപ്പോസ് ഇഫ് ദിസ് ഈസ് ആർ അതിന്റെ റിയൽ പാർട്ടാണ് അല്ലെ. അപ്പോ അതിന്റെ ഇമാജിനറി പാർട്ട് ഒമേഗ എൽ ആണ് അല്ലെ. ജെ ഒമേഗ എല്ലിന്റെ ഒമേഗ എൽ ആണ് അതിന്റെ ഇമാജിനറി പാർട്ട്. നമുക്ക് അതിനെ ഒമേഗ എൽ അതിന്റെ ഇമാജിനറി ആക്സിന്റെ ഡയറക്ഷനിലാണ് നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം, ഒമേഗ എൽ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കോംപ്ലക്സ് നമ്പർ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? കോംപ്ലക്സ് നമ്പർ വിൽ ബി സംവെയർ ലൈക്ക് ദിസ് ഇസഡ്. ഓക്കെ. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ വിൽ ബി ഗിവൺ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ ദ ഹോൾ സ്ക്വയർ. അപ്പൊ അതിന്റെ ഫേസ് നമുക്ക് എങ്ങനെ അറിയാം? ഫേസ് ഈ ആംഗിൾ ആയിരിക്കും അല്ലെ. റിയൽ ആക്സിസുമായിട്ട് അതിന്റെ മോഡുലസ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആയിരിക്കും അവിടുത്തെ ഫേസ് എന്ന് പറയുന്നത്. ആ തീറ്റ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ദിസ് തീറ്റ ക്യാൻ ബി ഗിവൺ ബൈ ടാൻ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് സൈഡ് ഒമേഗ എൽ ഡിവൈഡഡ് ബൈ നിയർ സൈഡ് ആർ. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് ക്വാണ്ടിറ്റീസ് കിട്ടി. നമുക്ക് മോഡുലസ് ഓഫ് ഇസഡിനെ നമുക്ക് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഫേസ് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഒമേഗ എൽ ബൈ ആർ എന്ന് എഴുതാം. അപ്പൊ മോഡുലസ് ഓഫ് ഇസഡ് തീറ്റയും അറിയാന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ദ കോംപ്ലക്സ് ക്വാണ്ടിറ്റി ഇസഡ് ആസ് മോഡുലസ് ഓഫ് ഇസഡ് ഇ റൈസ് ടു ജെ തീറ്റ, where modulus of z is given by root of r square plus omega l whole square and theta is given by tan inverse omega l by r. ഓക്കെ. അപ്പോൾ ഈ തീറ്റ അറിയാമെന്നുണ്ടെങ്കിൽ സോ ഈ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ടിന്റെ എക്സ്പ്രഷൻ, ഈ കറണ്ടിന്റെ എക്സ്പ്രഷൻ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. കറണ്ടിന്റെ എക്സ്പ്രഷൻ കറണ്ട് എക്സ്പ്രഷൻ ക്യാൻ നൗ ബി റിട്ടൺ ആസ് I is equal to E നമുക്ക് E0 e raised to j omega t എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് z into e raised to j theta എന്ന് എഴുതാം. അല്ലെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് E0 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് z നെ നമുക്ക് അതുപോലെ തന്നെ r സ്ക്വയർ പ്ലസ് ഒമേഗ എൽ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. e raised to j theta മുകളിൽ പോകുമ്പോൾ e raised to മൈനസ് j theta ആവും. ദിസ് ക്യാൻ ബി e raised to j into omega t minus theta എന്ന് എഴുതാം. Okay, this is of the form I is equal to I0 e raised to j omega t minus theta, where I0 is given by
E0 divided by root of R square plus omega L the whole square. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന കറണ്ടിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഈ കറണ്ടിൽ നമുക്ക് എന്ത് മനസ്സിലാകുന്നു? നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന കാര്യം, കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ എൻ ആംഗിൾ തീറ്റ, ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് തീറ്റ അല്ലേ. ഇത് നോക്കുമ്പോൾ ഇതിനെ കമ്പയർ ചെയ്യേണ്ടത് E is equal to E0 e raised to j omega t എന്ന എക്സ്പ്രഷനായിട്ടാണ്. അപ്പോൾ കറണ്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ ഇതാണ്. കറണ്ടിന്റെ എക്സ്പ്രഷനിൽ എന്താണ് എൻ്റെ ഫേസ്? e raised to j omega t മൈനസ് തീറ്റയാണ്. സോ ദാറ്റ് മീൻസ് കറണ്ട് ആക്ച്വലി ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് by a phase of theta, where theta is given by theta is equal to tan inverse omega L divided by R. അപ്പോൾ ഈ ഒമേഗ എൽ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്ന റേഷ്യോ എത്രത്തോളം കൂടുതലാണോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും തീറ്റയും വരുന്നത്. അപ്പോൾ ഈ ഫേസ് ഡിഫറൻസ്, കറണ്ട് വോൾട്ടേജിനെ എത്ര ഡിഗ്രി ലാഗ് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത് ഈ ഒമേഗ എല്ലിൻ്റെയും ആറിൻ്റെയും റേഷ്യോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫേസർ ഡയഗ്രം എങ്ങനെ വരയ്ക്കാം? ഫേസർ ഡയഗ്രം നമുക്ക് വരയ്ക്കാൻ ശ്രമിക്കാം. ഫേസർ ഡയഗ്രം വിൽ ബി, നമുക്ക് ആദ്യം അതിൻ്റെ റിയൽ ഇമാജിനറി പാർട്സ് ആക്സിസ് ആദ്യം എഴുതാം. ദിസ് ഈസ് ദ റിയൽ ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദ ഇമാജിനറി ആക്സിസ്. നമ്മൾ ഫേസർ ഡയഗ്രം ഇൻഡിവിജ്വൽ കമ്പോണൻസിന് വരച്ചത് ഓർമ്മ വേണം. അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ നമുക്കിവിടെ 3 വോൾട്ടേജസ് അടയാളപ്പെടുത്താൻ പറ്റും. ഒന്ന് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VR, വേറൊന്ന് ഇൻഡക്ടൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VL, പിന്നെ ടോട്ടൽ EMF E. ഈ VLൻ്റെയും VRൻ്റെയും കൂടെ സമ്മാണ് E എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരേ കറണ്ട് റെസിസ്റ്റൻസിൽ കൂടെ കടന്നു പോകുമ്പോഴും ഇൻഡക്ടൻസിൽ കൂടെ കടന്നു പോകുമ്പോഴും എങ്ങനെയാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് എപ്പോഴും ആ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനോട് ഫേസിലായിരിക്കും, ഇൻ ഫേസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ കോംപ്ലക്സ് പ്ലെയിനിൽ ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നു. സേ വി കോൾ ദിസ് ബൈ ദ വാല്യൂ VR, റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. അങ്ങനെയെങ്കിൽ ഇൻഡക്ടൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? എപ്പോഴും ഇതിന് 90 ഡിഗ്രി എഹെഡ് ആയിരിക്കും ഇൻഡക്ടൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലേ. അപ്പോൾ 90 ഡിഗ്രി എഹെഡ് ആയിട്ട് നമുക്ക് ഇൻഡക്ടൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഇങ്ങനെ അടയാളപ്പെടുത്താം. ദിസ് ഈസ് VL. ഓക്കെ, അങ്ങനെയെങ്കിൽ ടോട്ടൽ EMF എപ്പോഴും ഈ 2 വോൾട്ടേജുകളുടെയും കൂടെ വെക്റ്റർ സം ആയിരിക്കും. VLൻ്റെയും VRൻ്റെയും വെക്റ്റർ സം ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ EMF എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പാരലലോഗ്രാം ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? വി ക്യാൻ റൈറ്റ് ദിസ് ആസ് this will be the value of E. ഓക്കെ, അപ്പോൾ ടോട്ടൽ EMF E ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തുള്ള ആംഗിളുകൾ കൂടി അടയാളപ്പെടുത്താൻ പറ്റും. VRനെ അപേക്ഷിച്ച് VL എപ്പോഴും π/2 ഡിഗ്രി എഹെഡ് ആയിരിക്കും. അതേസമയം VR എന്ന് പറയുന്നത് ടോട്ടൽ EMF E അപേക്ഷിച്ച് എപ്പോഴും തീറ്റ ഡിഗ്രി ബിഹൈൻഡ് ആയിരിക്കും. കറണ്ടിൻ്റെ ഡയറക്ഷൻ വെച്ചാൽ അത് നമുക്ക് പറയാൻ എളുപ്പമാണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഈ VRൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. കാരണം റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ മാത്രം കറണ്ട് എപ്പോഴും റെസിസ്റ്റൻസും അതിൻ്റെ വോൾട്ടേജുമായിട്ട് ഇൻ ഫേസ് ആയിരിക്കും. സോ ദിസ് ഈസ് ഹൗ യു പ്ലോട്ട് I അല്ലേ. അപ്പോൾ ടോട്ടൽ EMF എപ്പോഴും VRൻ്റെയും VLൻ്റെയും വെക്റ്റർ സം ആയിരിക്കും. കറണ്ട് VRൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. VR എപ്പോഴും ടോട്ടൽ EMFിനേക്കാളും തീറ്റ ഡിഗ്രി പുറകിലായിരിക്കും. അതാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഇൻഡക്റ്റീവ് വോൾട്ടേജിന് അക്രോസ് ആയിട്ടുള്ള ഇൻഡക്ടൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എപ്പോഴും റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെക്കാളും π/2 ഡിഗ്രി എഹെഡ് ആയിരിക്കും, മുമ്പിലായിരിക്കും അല്ലേ. അപ്പോൾ EMFിനെക്കാളും പിറകിലാണ് VRനെക്കാളും π/2 ഡിഗ്രി മുമ്പിലാണ് VL. ഇതാണ് നമ്മൾ ഒരു LR സീരീസ് സർക്യൂട്ടിന്റെ ഫേസർ ഡയഗ്രം എന്ന് പറയും. ഓക്കെ, ഇനി ഇതേ ഡിസ്കഷൻസ് നമുക്ക് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് മറ്റ് സീരീസ് സർക്യൂട്ടുകളിലേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. Now we will be discussing another combination circuit given by resistance and capacitance in series. Resistance and capacitance in series and നമുക്ക് സീരീസ് RC സർക്യൂട്ട് എന്ന് വിളിക്കാം. സീരീസ് RC സർക്യൂട്ട്.
അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് നമുക്ക് തുടങ്ങാം. സോ യു റൈറ്റ് as resistance, then you have a capacitance which are connected in series to a source of AC voltage E. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വോൾട്ടേജ് സോഴ്സ്, ഇത് റെസിസ്റ്റൻസ്, ഇത് കപ്പാസിറ്റൻസ്, ആൻഡ് വി അസ്യൂം ദാറ്റ് കറണ്ട് I ഈസ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. സീരീസ് ആയതുകൊണ്ട് ഇതേ കറണ്ടാണ് ആറിന് അക്രോസ് ആയിട്ടും സിക്ക് അക്രോസ് ആയിട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിവിടെ രണ്ട് വോൾട്ടേജസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനിഷ്യൽ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് IMFനെ നമ്മൾ E ഈസ് ഈക്വൽ ടു E0 e⁻j⍵t എന്ന് എടുക്കുന്നു. ഇത് കോംപ്ലക്സ് റെപ്രസെന്റേഷൻ ആണ്. ആക്ച്വലി ഇതിന്റെ ഇമാജിനറി പാർട്ട് ആയിരിക്കും സർക്യൂട്ടിലുള്ള കറണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VR വിൽ ബി ഗിവൺ ബൈ I ഇൻറ്റു R. കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VC വിൽ ബി ഗിവൺ ബൈ, ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കറണ്ടിനെ EMFനെ എന്ന് കിട്ടുന്നെങ്കിൽ കറണ്ടും അവിടുത്തെ റിയാക്റ്റൻസും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ടുള്ള റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 1/j⍵c ആണ്. അങ്ങനെയെങ്കിൽ VC വിൽ ബി ഗിവൺ ബൈ I ഡിവൈഡഡ് ബൈ j⍵c. നേരത്തെ I ഇൻറ്റു j⍵L ആയിരുന്നെങ്കിൽ കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വരുമ്പോൾ അത് I/j⍵c ആയിട്ട് മാറും. കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ അനുസരിച്ച് E ഈസ് ഈക്വൽ ടു VR പ്ലസ് VC. So that will be given by I into R plus I/j⍵c. It can be also be given by I into R plus 1/j⍵c. 1/j എന്ന് പറയുന്നത് മൈനസ് j ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ this expression can be written as I into R minus j into 1/ω⍵c എന്നതിനെ എഴുതാം അല്ലേ. E is equal to I into R minus j into ⍵c. അല്ലെങ്കിൽ കറണ്ട് I can be now be written as E divided by R minus j by ⍵c എന്ന് എഴുതാം. And it can be written as E by Z, where Z നെ നമുക്ക് എങ്ങനെ ഇവിടെ Z ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ Z is a complex quantity given by R minus j by ⍵c. നേരത്തെ കണ്ട R plus j⍵L സ്ഥാനത്ത് ഇവിടെ നമുക്കുള്ളത് R മൈനസ് j⍵c ആണ്. ഇത് ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡും ഇതിന്റെ ഫേസും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്കതിനെ കോംപ്ലക്സ് പ്ലെയിനിൽ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. ഇഫ് ദിസ് ഈസ് R ആണ് റിയൽ ആക്സിസിലാണ് കിടക്കുന്നത്. ഇമാജിനറി പാർട്ട് മൈനസ് 1/ω⍵c ആണ്. ഓക്കെ, അപ്പോൾ 1/ω⍵c പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണ്. സോ യു ഹാവ് ടു റൈറ്റ് ഡയറക്റ്റ് ഇറ്റ് അലോങ് ദ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ഇമാജിനറി ആക്സിസ്. അപ്പോൾ അതെങ്ങനെ വരും? അത് താഴേക്കായിരിക്കും വരിക. സോ ദിസ് ഈസ് 1/ω⍵c. അപ്പോൾ R റിയൽ ആക്സിസിലും 1/ω⍵c ഇമാജിനറി ആക്സിസിലുമാണ്. പക്ഷേ 1/ω⍵c നെഗറ്റീവ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് സൈഡിലേക്കായിരിക്കും പോവുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്ലോസ് ദിസ് ട്രയാങ്കിൾ ആൻഡ് ഗെറ്റ് ദ മോഡുലസ് ഓഫ് Z അല്ലേ. അപ്പോൾ നമുക്ക് ഈ വെക്ടറിനെ വെക്ടർ ആയിട്ട് നമ്മൾ ഈ കോംപ്ലക്സ് ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്താൽ Z ഈസ് ഈക്വൽ ടു R മൈനസ് j ഇൻറ്റു 1/ω⍵c. ഇതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫേസ് എന്ന് പറയുന്നത് ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. ഈ തീറ്റയുടെ പ്രത്യേകത ഇത് നെഗറ്റീവ് സൈഡിലേക്കാണ് അല്ലെ. റിയൽ ആക്സിസിൽ നിന്ന് താഴേക്കാണ് നമ്മൾ തീറ്റ അളക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ബാക്കി ക്വാണ്ടിറ്റീസിനൊന്നും മാറ്റം വരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഇതിന്റെ മോഡുലസ് Z എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് R² പ്ലസ് 1/ω⍵c ദ ഹോൾ സ്ക്വയർ, അതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ഇവിടുത്തെ മോഡുലസ് ഓഫ് Z എന്ന് പറയുന്നത്. തീറ്റ വിൽ സ്റ്റിൽ ബി ഗിവൺ ബൈ ടാൻ ഇൻവേഴ്സ്, ഓപ്പോസിറ്റ് സൈഡ് 1/ω⍵c ആണ്, 1/ω⍵c by R കിട്ടും. സോ ദാറ്റ് വിൽ ഗിവ് യു 1/ω into RC അല്ലെ. 1/ω⍵c by R, 1/ω⍵RC എന്ന് കിട്ടും. സോ നൗ യു ക്യാൻ റൈറ്റ് കോംപ്ലക്സ് ക്വാണ്ടിറ്റി Z as in the polar form Z is equal to modulus of Z e⁻j theta, where modulus of Z is given by this equation and theta, the phase theta is given by this equation. അത് നമുക്ക് കറണ്ടിന്റെ എക്സ്പ്രഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ I is equal to E0 e⁻j⍵t ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീറ്റ ഇവിടെ നെഗറ്റീവ് ആണെന്നുള്ളതാണ്. അതിവിടെ മാർക്ക് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കണം.
കാരണം തീറ്റ നെഗറ്റീവ് ആയിട്ടാണ് അളന്നേക്കുന്നത്. സോ ദാറ്റ് ഇസ് ആക്ച്വലി എ നെഗറ്റീവ് ക്വാണ്ടിറ്റി മൈനസ് ജെ തീറ്റ. അപ്പോൾ E0 e raised to j omega t ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z e raised to മൈനസ് ജെ തീറ്റ എന്നിവിടെ എഴുതാം. ഫുൾ എക്സ്പ്രഷൻ എഴുതാനാണെങ്കിൽ E0 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z എന്ന് പറയുന്നത് r² പ്ലസ് 1 ബൈ ഒമേഗ c ദ ഹോൾ സ്ക്വയർ e raised to മൈനസ് ജെ തീറ്റ മുകളിൽ പോകുമ്പോൾ e raised to പ്ലസ് ജെ തീറ്റ ആവും. സോ e raised to j ഇൻറ്റു ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, നേരത്തെ നിന്നുള്ള വ്യത്യാസം എന്താണ്? നേരത്തെ വാല്യൂയിൽ ഒമേഗ ടി മൈനസ് തീറ്റ ആയിരുന്നു, ഇവിടെ അത് ഒമേഗ ടി പ്ലസ് തീറ്റയാണ്. സോ ദ എക്സ്പ്രഷൻ നൗ ഹാസ് ദ ഫോം I is equal to I0 e raised to j omega t plus theta, where I0 is given by E0 divided by root of r square plus 1 by omega c the whole square. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? നമ്മൾ E is equal to E0 e raised to j omega t എന്ന് പറയുന്ന എക്സ്പ്രഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കറണ്ട് ആക്ച്വലി ലീഡ്സ് ദ വോൾട്ടേജ് ബൈ തീറ്റ. കറണ്ട് ഹിയർ ബിക്കോസ് ആ ടേം എന്ന് പറയുന്നത് ഒമേഗ ടി പ്ലസ് തീറ്റയാണ് അല്ലെ. കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ തീറ്റ ആൻഡ് തീറ്റ ഈസ് ഗിവൺ ബൈ ടാൻ ഇൻവേഴ്സ് 1 ബൈ ഒമേഗ ആർ സി. അപ്പോൾ ഇത് ഇൻഡക്റ്റീവ് സർക്യൂട്ട് പോലെ തന്നെയാണ്. ഇൻഡക്റ്റൻസ് റെസിസ്റ്റൻസും കൂടെ ഉള്ളപ്പോൾ ബിഹേവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കപ്പാസിറ്റീവ് ആയതുകൊണ്ട് ഇമ്പിഡൻസിന്റെ ഫോം വ്യത്യാസമുണ്ട്. ആ ഫേസ് ഇവിടെ ആംഗിൾ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് കറണ്ടിന്റെ വാല്യൂ എടുക്കുമ്പോൾ അത് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഇസ് ഹൗ വി deduce the property of a series RC circuit. റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും കൂടെ വരുമ്പോൾ അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിന്റെ ഫേസർ ഡയഗ്രാം കൂടെ വരച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ആകാം. ഫേസർ ഡയഗ്രാം യു ക്യാൻ റൈറ്റ് as this is the real axis and this is the imaginary axis. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് VR ആണ്. കാരണം അത് അവിടെയാണ് നമുക്ക് റെസിസ്റ്റൻസിന്റെയും ആ കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും വാല്യൂ ഇൻ ഫേസ് ആണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത്. സോ ഇഫ് ദിസ് ഈസ് VR, നമ്മൾ VR മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാവുന്നത് VCയുടെ വാല്യൂ ആണ് അല്ലെ. കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അതെപ്പോഴും VRന്റെ 90 ഡിഗ്രി ആംഗിളിൽ ആയിരിക്കും VC, പക്ഷെ അത് ബിഹൈൻഡ് ആയിരിക്കും അല്ലെ. അപ്പോൾ VRനെക്കാളും VC ബിഹൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ അത് വരച്ചു, അത് പെർപെൻഡിക്കുലർ ആണ്. ഇനി നമുക്ക് ഇതിന്റെ VRന്റെയും VCയുടെയും കൂടെ വെക്റ്റർ സം ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ടോട്ടൽ EMF എന്ന് പറയുന്നത്. സോ വി ക്യാൻ കംപ്ലീറ്റ് എ പാരലലോഗ്രാം ഹിയർ ആൻഡ് ദെൻ we can draw the resultant voltage given by VE. So E will be the vector sum of VR and VC. അപ്പോൾ നമുക്കറിയാം ഈ റിയൽ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഒമേഗ ടി ആണെന്ന് നമുക്കറിയാം. അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം അല്ലെ. ദിസ് ഈസ് ആംഗിൾ ഒമേഗ ടി, ദിസ് ആംഗിൾ ഈസ് π/2 ആൻഡ് VR-ഉമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ എന്താണ്? ഈ ആംഗിളാണ് നമുക്ക് വേണ്ട തീറ്റ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കറണ്ട് അടയാളപ്പെടുത്താൻ പറ്റും. കറണ്ട് ഈസ് ആക്ച്വലി ഇൻ ഫേസ് വിത്ത് ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ റെസിസ്റ്റൻസിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എങ്ങനെയാണോ അതേ ഡയറക്ഷനിലായിരിക്കും കറണ്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അപ്ലൈഡ് EMF-നെക്കാളും തീറ്റ ഡിഗ്രി എഹെഡ് ആണെന്ന് കാണാം. സോ കറണ്ട് ലീഡ്സ് അപ്ലൈഡ് EMF E by angle theta. Applied EMF E makes an angle omega t with the real axis. Voltage across capacitance is behind voltage across resistance by an angle π/2. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു RC സീരീസ് സർക്യൂട്ടിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നത്. Okay, so this completes the discussion of RC series circuit. ഇനി ഒരു കോമ്പിനേഷനും കൂടെ ഈ രണ്ട് കമ്പോണന്റുകളുള്ള സർക്യൂട്ടുകൾ പോസിബിൾ ആയിട്ടുള്ളൂ. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഇൻ സീരീസ്. അതിനെ നമുക്ക് LC സർക്യൂട്ട് എന്ന് വിളിക്കും. ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും സീരീസ് ആയിട്ടുള്ള നമ്മൾ 3 കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിന്റെ കോമ്പിനേഷൻസ് 3 നമുക്ക് സാധ്യമാണ്. 2 നമ്മൾ പറഞ്ഞു. LR സർക്യൂട്ടും RC സർക്യൂട്ടും പറഞ്ഞു.
ഇനി നമുക്ക് എൽ സി സർക്യൂട്ടാണ് പറയേണ്ടത്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ സോ യു ഹാവ് an inductance L which is in series with a capacitance C connected to an external source of AC voltage E. Okay, അപ്പോൾ ഇതാണ് E, ഇതാണ് ഇൻഡക്റ്റൻസ് L, this is capacitance C. If the current across the circuit is I, ഇങ്ങനെയാണ് സർക്യൂട്ട് വരിക അല്ലേ. നമ്മൾ എഴുതി തുടങ്ങുന്ന അനാലിസിസ് സെയിം ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ നമുക്ക് അപ്ലൈഡ് EMF E is of the form E0 e raised to j omega t. ഇനി നമുക്ക് ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എഴുതണം, കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എഴുതണം. ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്കറിയാം j omega L into C, j omega L into I, കറണ്ട് I. അതുപോലെ കപ്പാസിറ്റൻസ് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി സി എന്ന് പറയുന്നത് I ഡിവൈഡഡ് ബൈ j omega C. നേരത്തെ പോലെ തന്നെയാണ് ബാക്കി അനാലിസിസുകളെല്ലാം. ഇനി പ്രത്യേകിച്ച് എൻ്റെ എക്സ്പ്ലനേഷൻ്റെ തന്നെ ആവശ്യമില്ല. ടോട്ടൽ EMF E വിൽ ബി എ സം ഓഫ് VL ആൻഡ് VC. അപ്പോൾ VLൻ്റെ VCയുടെ സമ്മായിട്ട് ഇത് എഴുതിയാൽ യു ഹാവ് j omega L into I പ്ലസ് I ബൈ j omega C. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടേം j കോമൺ ആണ്, j ഇൻറ്റു ഒമേഗ എൽ പ്ലസ് 1 ബൈ ഒമേഗ സി ഇൻറ്റു ഐ എന്ന് ഇതിനെ എഴുതാൻ പറ്റും അല്ലേ. അങ്ങനെയെങ്കിൽ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ഐ ക്യാൻ ബി റിട്ടൺ ആസ് ഇ ഡിവൈഡഡ് ബൈ j ഇൻറ്റു ഒമേഗ എൽ പ്ലസ് 1 ബൈ ഒമേഗ സി എന്ന് എഴുതാം. ഓക്കെ, ഇഫ് യു റൈറ്റ് ദിസ് ആസ് in the form E by Z, then Z is the quantity we are looking for, where Z is given by j into omega L plus 1 by omega C. ഇവിടെ ഒരു കാര്യം നമ്മൾ പുറത്തിറക്കുമ്പോൾ ശ്രദ്ധിക്കണം, 1 by j ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് j പുറത്തേക്ക് എടുക്കുമ്പോൾ യു വിൽ ഹാവ് എ നെഗറ്റീവ് സൈൻ ഹിയർ. സോ അത് ആ ഒരു കറക്ഷൻ കൂടെ നമ്മൾ ഡിസ്കഷനിൽ വരുത്തണം. So you have a correction here, which is, so this part becomes negative. Sorry for that. Omega L minus omega C, അതേ കാര്യം ഇവിടെ ബാധകമാണ്. So this is the new expression for the ഇംപിഡൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇംപിഡൻസിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് ഇറ്റ്സ് എ പ്യൂർലി ഇമാജിനറി നമ്പർ അല്ലെ. j ഇൻറ്റു ഒമേഗ എൽ മൈനസ് 1 ബൈ ഒമേഗ സി ആണ് ഇവിടെ നമുക്കുള്ള ഇംപിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ മോഡുലസ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. മോഡുലസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇസഡ് വിൽ ബി ഗിവൺ ബൈ ഒമേഗ എൽ മൈനസ് 1 ബൈ ഒമേഗ സി ഇറ്റ്സെൽഫ് അല്ലേ. അപ്പോൾ വെക്ടർ ഇംപെഡൻസിനകത്ത് ഇവിടെ ഉള്ളത് പ്യുവർലി ഇമാജിനറി പാർട്ട് മാത്രം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കറണ്ടിൻ്റെ എക്സ്പ്രഷനകത്ത് ഈ ഫേസ് കൂടി എങ്ങനെ ഉൾപ്പെടുത്താം എന്ന് നോക്കാം അല്ലേ. ഫേസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, പ്യുവർലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടുകളിലൊക്കെ നമ്മൾ അത് ചെയ്തതാണ്. I is equal to E0 e raised to j omega t divided by modulus of Z എന്ന് പറയുന്നത് ഒമേഗ എൽ മൈനസ് 1 ബൈ ഒമേഗ സി ആണ്. അവിടുത്തെ ഫേസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ താഴെ ഒരു ജെ ഉണ്ട്. ജെ എന്ന് പറയുന്നത് ഇ റേസ് ടു ജെ പൈ ബൈ 2 ആണ് നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് E0 ഡിവൈഡഡ് ബൈ ഒമേഗ എൽ മൈനസ് 1 ബൈ ഒമേഗ സി ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് നമുക്കിതിനെ എഴുതാൻ പറ്റും. Okay, which now has the form I is equal to I0 e raised to j omega t minus pi by 2. Okay, omega t minus pi by 2. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ ഓക്കെ ആ കമ്പാരിസൺ നമുക്ക് ഒരിക്കലും നടത്താം. ഇഫ് യു കമ്പയർ E is equal to E0 e raised to j omega t with the expression for current, you can see that current lags behind
വോൾട്ടേജ് ബൈ എ ഫേസ് ഓഫ് പൈ ബൈ 2. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ദ ക്രിട്ടിക്കൽ കമ്പോണന്റ്, ഈ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ആ കമ്പോണന്റിനകത്ത് ഒമേഗ എൽ മൈനസ് 1/ωc ആണുള്ളത്. സോ ദിസ് ഈസ് ആക്ച്വലി എ ഡിഫറൻസ് അല്ലേ. അപ്പോൾ ഇതിനെ ഈ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് ജെ എന്നതിനെ വിളിക്കാൻ പറ്റൂ. ഇഫ് ഒമേഗ എൽ ഈസ് ലെസ് ദാൻ 1/ωc, ഈ ഒരു കണ്ടീഷനിൽ താഴത്തെ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആവും അല്ലേ. താഴത്തെ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അവിടെ ജെക്ക് പകരം മൈനസ് ജെ വരും. മൈനസ് ജെ വന്നു കഴിഞ്ഞാൽ e⁻ പകരം e⁻ വരും. അങ്ങനെയെങ്കിൽ മുകളിൽ എന്ത് വരും? ωt + π/2 വരും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് കറണ്ട് ലീഡ് ചെയ്യുന്നുവെന്നോ ലാഗ് ചെയ്യുന്നുവെന്നോ ഉറപ്പിച്ച് പറയണമെങ്കിൽ വി നീഡ് ടു നോ വെദർ ഒമേഗ എൽ ഈസ് ലെസ് ദാൻ ωc ഓർ ഗ്രേറ്റർ ദാൻ ωc. അപ്പൊ നമുക്കിവിടെ രണ്ട് കേസസ് പറയേണ്ടി വരും. അപ്പൊ കേസ് 1 ഏതാണ്? കേസ് 1 എൽ ഒമേഗ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒമേഗ എൽ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/ωc അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് അല്ലെ. ഇനി കേസ് 2, ഇഫ് ഒമേഗ എൽ ഈസ് ലെസ് ദാൻ 1/ωc, ഒമേഗ എൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇഫ് ഒമേഗ എൽ ഈസ് ലെസ് ദാൻ ωc, then current will lead the voltage, or current leads voltage by, രണ്ടായാലും ഫേസ് ആംഗിൾ എപ്പോഴും π/2 ആയിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ ഒരു എൽ സി സർക്യൂട്ടിന്റെ പ്രത്യേകത, അവിടെ കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുകയാണോ അതിൽ ലാഗ് ചെയ്യുകയാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണോ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണോ അളവിൽ വലുത് എന്നതിനനുസരിച്ച്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് കൂടുതലെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യും. കപ്പാസിറ്റീവ് റിയാക്ടൻസിനെക്കാളും ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് കൂടുതലെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതിയിരിക്കണം. അപ്പോൾ ഇത് ഈ എൽ സി സർക്യൂട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ഒരു കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ടത്, അത് നമ്മൾ ഇപ്പം തന്നെ നിങ്ങൾ ഊഹിച്ചു കാണും, ആ കേസ് ഒരു സ്പെഷ്യൽ കേസാണ്. നമ്മളിവിടെ ഒന്ന് മറ്റൊന്നിനേക്കാൾ ചെറുതോ വലുതോ ആകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കണ്ടീഷൻ, വാട്ട് ഇഫ് ഒമേഗ എൽ ഈസ് ഈക്വൽ ടു 1/ωc. ഒമേഗ എൽ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും 1/ωcയും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇൻ ദാറ്റ് കേസ് ഇംപിഡൻസ് ബിക്കം 0. കറണ്ട് I is equal to E/Z ആണ് അല്ലേ. അപ്പൊ when Z becomes 0, I tends to infinity. കറണ്ട് ഇൻഫിനിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഈ കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഈക്വൽ ആകുന്ന സാഹചര്യത്തിൽ there will be very high current in the circuit. ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നത് റെസൊണൻസ് എന്നാണ്. റെസൊണൻസ് എന്ന് പറയും അല്ലെ. ആ റെസൊണൻസ് എപ്പോഴാണ് സംഭവിക്കുന്നത്? റെസൊണൻസ് ഹാപ്പൻ വെൻ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഒമേഗ എൽ ഈസ് ഈക്വൽ ടു 1/ωc എന്ന് പറയും. കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഈക്വൽ ആകുന്നു. കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഈക്വൽ ആകുന്ന ആ കണ്ടീഷൻ റെസൊണൻസ് നമ്മൾ വിളിക്കുമ്പോൾ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയെ നമ്മൾ വിളിക്കുന്നത്. നമ്മളൊരു സർക്യൂട്ടിൽ എപ്പോഴും ഒമേഗയാണ് മാറുന്നത് അല്ലെ. ഇൻഡക്ടൻസ് ഒരു ഇൻഡക്ടറിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം കപ്പാസിറ്റൻസും കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഫ്രീക്വൻസി ഒമേഗ ആർ, അവിടെയാണ് ഇത് സംഭവിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒമേഗ ആറിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും ഒമേഗ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/LC എന്ന് കാണാം അല്ലേ. അങ്ങനെയെങ്കിൽ ഒമേഗ ആർ വിൽ ബി ഗിവൺ ബൈ 1/√LC. ഓക്കെ. അപ്പോൾ ഒരു എൽ സി സർക്യൂട്ടിൽ, ഒരു സീരീസ് സർക്യൂട്ട് ഓഫ് ഇൻഡക്ടൻസ് ആൻഡ് കപ്പാസിറ്റൻസിനകത്ത് ഈ 1/√LC ആ ക്വാണ്ടിറ്റിക്ക് ഈക്വൽ ആയിട്ടുള്ള ഫ്രീക്വൻസി ഉള്ള ഒരു AC ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ കറണ്ട് മാക്സിമം ആയിരിക്കും അല്ലേ. അപ്പൊ ആ ഒമേഗ ആർ അതിന്റെ ആംഗുലർ ഫ്രീക്വൻസി ആണ്. അതിന് നമുക്ക് എഫിന്റെ ഫോമിൽ എഴുതണമെന്നുണ്ടെങ്കിൽ FR ക്യാൻ ബി റിട്ടൺ ആസ് 1/ω/2π ആണ് എഫ് അല്ലേ. അപ്പോൾ ഒമേഗ 2π × √LC എന്ന് കാണാം. FR is equal to 1/2π × √LC. ഇതിനെ നമ്മൾ വിളിക്കുന്നത്
റെസൊണന്റ് ഫ്രീക്വൻസി എന്നാണ്. എന്താണ് റെസൊണൻസ് ഫ്രീക്വൻസി സംഭവിക്കുന്നത്? ആ എ സിയുടെ വോൾട്ടേജ് റെസൊണന്റ് ഫ്രീക്വൻസി ആകുമ്പോൾ അവിടുത്തെ ഇമ്പിഡൻസ് സീറോ ആവും. ഇമ്പിഡൻസ് സീറോ ആവും കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ് ടു റെസിസ്റ്റ് ദ കറണ്ട് ഫ്ലോ. അപ്പോൾ അവിടുത്തെ കറണ്ട് മാക്സിമം ആവും. കറണ്ട് പ്രാക്ടിക്കലി ഇൻഫിനിറ്റി ആവും നമ്മൾ തിയറട്ടിക്കലി പറയുമെങ്കിലും പ്രാക്ടിക്കലി അതിൻ്റെ അർത്ഥം കറണ്ട് വെരി ഹൈ ആകും എന്നാണ്. അപ്പോൾ അത്രയും ഹൈ കറണ്ട് ആവുമ്പോൾ അവിടെ നമുക്ക് റെസൊണൻസ് എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ ഉണ്ടായി എന്ന് പറയാം. സോ എൽ സി സർക്യൂട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യുണീക്ക് ആയിട്ടുള്ള ഫിനോമിനനാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അതാവുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഈക്വൽ ആകുമ്പോഴാണ്. അതൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് സംഭവിക്കുന്നത്. ആ ഫ്രീക്വൻസിയെ നമ്മൾ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ 3 കമ്പോണന്റുകൾ കൂടെ ഒരുമിച്ച് വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ജനറൽ ഡിസ്കഷൻസും നമുക്കിനി അടുത്ത വീഡിയോ ചെയ്യാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.